ഹലോ, ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. എന്നും ബ്യൂട്ടി വ്ളോഗ് എന്നൊക്കെ ഇന്നും മാറ്റി പിടിച്ചിട്ടൊരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ അങ്ങനെ ചേട്ടൻ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ ആദ്യമേ SBIയിലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാൻ. അങ്ങനെ SBI കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കായതുകൊണ്ട് ഫുഡ് മുഖ്യം ബിഗിലെ അങ്ങനെ നമ്മൾ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഒരു ഓക്കെ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കുടുക്കത്ത് പാറയിലോട്ട് പോകാനായിരുന്നു തീരുമാനം. അവിടെ ചെന്നിട്ട് കുറേയധികം വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പാലരുവി 2 സ്ഥലം നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ചായിരുന്നു. ഒന്ന് പാലരുവി, മറ്റൊന്ന് കുടുക്കത്ത് പാറ. പിന്നെ ഫൈനലായിട്ട് നമ്മൾ കുടുക്കത്ത് പാറ പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 16 എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുളത്തുപുഴയിൽ നോക്കിയപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പോവാണ്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയില്ല, ഒരു 3:30 സമയമൊക്കെ ആയിക്കാണ് കേട്ടോ. അപ്പോൾ 4 മണി വരെ അവിടെ ഉള്ളൂ. 4 മണിക്ക് അവിടെ ക്ലോസ് ചെയ്യും, ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ 4 മണിക്ക് എത്തുമോ ഇല്ലയോ എന്നോ ഉള്ള കൺഫ്യൂഷൻ കൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പശു അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടാണ് പോകുന്നത്. അരുവിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയം താമസിച്ച് പോയതുകൊണ്ട് നമ്മൾ നേരെ പോയി. അപ്പോൾ കറക്റ്റ് 4 മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന ഉടനെ പാസ് കിട്ടുമോ ഇല്ലേ എന്നുള്ള ടെൻഷനിലൂടെയൊക്കെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കറക്റ്റ് 4 മണി വരെ ഉള്ളൂ എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. പക്ഷേ പെട്ടെന്ന് മഴക്കോളും മഴയും എല്ലാം കൂടിയൊക്കെ വന്നു. അങ്ങനെ നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് കയറി പോകാൻ മഴയത്ത് പാടാണല്ലോ. അങ്ങനെ ഞങ്ങൾ മഴ തോരൂ ഇല്ലേ എന്നൊരു പാസ് എടുക്കാതെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശമൊക്കെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാസ് എടുത്തു. പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്നിട്ടും പിന്നെ സമയം കഴിഞ്ഞു. പിന്നെ നമ്മൾ അത്രയും ദൂരം ചെന്നതുകൊണ്ട് പാസ് നമുക്ക് തന്നു. അങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അവൾക്ക് വെള്ളം താഴ്ച, അങ്ങനെ വെള്ളം കൊടുക്കണം. അങ്ങനെ നമ്മൾ വണ്ടി താഴെ വെച്ചിട്ട് നടന്നാണ് കേട്ടോ കയറി പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്നാണ് പോകുന്നത്. പിന്നെ കുറേ സ്റ്റെപ്പും കയറാണ്ട്. നമുക്കറിയില്ലായിരുന്നു വണ്ടി ആ സ്റ്റെപ്പിൻ്റെ അവിടെ താഴെ വരെ പോകും കേട്ടോ. അപ്പോൾ എങ്കിലും പോകുന്നവരെ ശ്രദ്ധിക്കുക. നമ്മൾ താഴെ കുറച്ച് വണ്ടിയൊക്കെ വെച്ചേക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ടാണ് നടന്നു പോയത്. പക്ഷേ അങ്ങ് വരെ 2 വീലേഴ്സൊക്കെ പോകും, കാറും പോകും കേട്ടോ. 2 വീലറൊക്കെ ഉറപ്പായിട്ടും അങ്ങ് വരെ പോകും. അങ്ങനെ നമ്മൾ കുറേ നടന്നിട്ടാണ് അങ്ങ് എത്തിയത്. അങ്ങനെ കുറേ നടന്നു കേട്ടോ. ഇവളെയും കൊണ്ട് ശരിക്കും നടന്നു. നമുക്ക് പിന്നെ പകുതിയൊക്കെ എത്തിയപ്പോൾ തിരിച്ചു പോയി വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു പിന്നെ വരുന്നവരോട് നമ്മൾ ചോദിച്ചു ഒത്തിരി ദൂരമുണ്ടോ. അപ്പോൾ പറഞ്ഞു ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അങ്ങനെ പിന്നെയും നമ്മൾ നടന്നു സ്റ്റെപ്പൊക്കെ എത്താറായി. പിന്നെ അതിൻ്റെ അടുത്തൊരു കുടുക്കത്ത് പാറ കാവെന്ന് പറഞ്ഞൊരു കാവുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്ത്, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഇരുട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെ നന്നായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് അവിടെ എത്തി കേട്ടോ. അടിപൊളി വൈബായിരുന്നു. മഞ്ഞുമൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പക്ഷേ അങ്ങ് മുകൾ വരെ കയറാനുണ്ട് കേട്ടോ. നമ്മൾ കയറിയില്ല, പാറയുടെ താഴെ വരെ കയറിയുള്ളൂ കേട്ടോ. കുറച്ച് വരെ കയറിയുള്ളൂ. 300 എത്രയോ സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് അത്രയും കയറാൻ പറ്റില്ല. അപ്പോൾ ലേറ്റാവും കേട്ടോ തിരിച്ചിറങ്ങാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയില്ല, തിരിച്ചു പോന്നു കേട്ടോ. അവിടം വരെ ചെന്നിട്ട് തിരിച്ചു പോന്നു. പക്ഷെ അടിപൊളി വൈബായിരുന്നു, ഒരു രക്ഷയില്ല. മഞ്ഞ് നന്നായിട്ട് ഇറങ്ങി കേട്ടോ. മഴയും കൂടെ പെയ്തിരുന്നുകൊണ്ട് നന്നായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ മുകളിൽ കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയതുകൊണ്ട് ലേറ്റ് ആവുമല്ലോ. പിന്നെ നമ്മൾ 6 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഒരു 2 ചായ കുടിച്ചു കേട്ടോ. കോഫിയാണ് കുടിച്ചത്. എനിക്ക് ചുമയാണ്ട് കട്ടൻ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കോഫി പറഞ്ഞു, 2 കോഫി കുടിച്ചു. കോഫി കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല മഞ്ഞൊക്കെ ഇറങ്ങി.
സമയം താമസിച്ചു, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല. ഉറപ്പായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും മുകളിൽ കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടാറ്റാ.